എറണാകുളം ആലുവയിൽ അമ്മയ്ക്കൊപ്പം ഹോസ്റ്റലിൽ ഉറങ്ങാൻ കിടന്ന 16-കാരിയെ കാണാതായി. ആലുവയിൽ വനിതാ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന രഞ്ജിതയുടെ മകൾ ആരതി സുരേഷിനെയാണ് കാണാതായത്. രഞ്ജിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടിയുടെ അമ്മയുടെ ആദ്യ ഭർത്താവ് പഞ്ചാബ് സ്വദേശിയാണ്. പെൺകുട്ടിയെ കാണാതാവുന്നതിന് മുമ്പ് രഞ്ജിതയുടെ ഫോണിൽ നിന്ന് പഞ്ചാബിലെ ചില നമ്പറുകളിലേക്ക് പെൺകുട്ടി തുടർച്ചയായി വിളിച്ചതായി പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പഞ്ചാബിലേക്ക് വിളിച്ച ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. മലപ്പുറത്ത് വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ ഓട്ടോ ഡ്രൈവർ ഷൗക്കത്ത് ജീവനൊടുക്കിയ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഗതാഗത മന്ത്രിക്ക് കൈമാറി. ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് റിപ്പോർട്ട് ഗതാഗത മന്ത്രിക്ക് നൽകിയത്. രൂപമാറ്റം ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ട് ചെയ്തില്ലെന്നാണ്, ഇതിനാലാണ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നീട് ഷൗക്കത്ത് വാഹനം പരിശോധനയ്ക്കായി കൊണ്ടുവന്നിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അഴിമതി ആരോപണം പിന്നീട് പരിശോധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു MVDക്കെതിരെ ഷൗക്കത്ത് ആരോപണം ഉന്നയിച്ചത്. ഏജന്റ് ഇല്ലാതെ സമീപിച്ചപ്പോൾ നിരന്തരമായി ഫിറ്റ്നസ് നിഷേധിച്ചുവെന്നും തന്റെ മരണത്തിന് ഉത്തരവാദി മോട്ടോർ വാഹന വകുപ്പാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. സംഭവത്തിൽ ഗതാഗത സെക്രട്ടറിക്കാണ് അന്വേഷണ ചുമതല. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ഓണാഘോഷത്തിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കോതകൃഷി സ്വദേശി പ്രവീൺ കുമാറാണ് മരിച്ചത്. നാട്ടിൽ നടന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള വടംവലി മത്സരത്തിൽ പ്രവീൺ കുമാർ പങ്കെടുത്തിരുന്നു. മത്സരത്തിന് ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ട ഇദ്ദേഹം പാടത്ത് മാറിയിരുന്നു. ഉടൻ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കൂടെയുള്ളവർ ചേർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.